നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. ഗൾഫ് റൗണ്ടപ്പ്. ദുബായ് ആസ്ഥാനമായുള്ള ഇൻഫ്ലുവൻസർ ഖാലിദ് അൽ അമേരി ഔദ്യോഗികമായി സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നു. ഫോർട്ട് കൊച്ചിയുടെ വിയർപ്പും അരാജകത്വവും നിറഞ്ഞ സൗന്ദര്യത്തിൽ ഒരു WWE സ്റ്റൈൽ ആക്ഷൻ ഡ്രാമയായ ചാത്തപ്പച്ച ദ റിംഗ് ഓഫ് ദി റൗഡീസ് എന്ന മലയാള ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിക്കുന്നു. GCCയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഡിജിറ്റൽ സൃഷ്ടാക്കളിൽ ഒരാളായ ഖാലിദ് ഹൃദയംഗമായ കഥ പറച്ചിൽ, ജീവിതത്തിന്റെ ഒരു ഭാഗം ഉൾക്കൊള്ളുന്ന നർമ്മം, സാംസ്കാരിക സംഭാഷണങ്ങൾ എന്നിവയിലൂടെ അറിയപ്പെടുന്നു. ഇത് അദ്ദേഹത്തിന് ആഗോളതലത്തിൽ ഒരു ആരാധക വൃന്ദത്തെ നേടിക്കൊടുത്തിട്ടുണ്ട്. ഇറാൻ മിസൈൽ ആക്രമണം ചർച്ച ചെയ്യാൻ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അസാധാരണ യോഗം ചേർന്നു. മിസൈൽ പ്രതിരോധിച്ചതിന്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താനും ആക്രമണം ബാധിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് ചർച്ച ചെയ്യാനുമായിരുന്നു യോഗം. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽത്താനിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഖലീഫ ബിൻ അഹമ്മദ് ബിൻ ഖലീഫ അൽത്താനിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. ദീർഘകാലം സലാല സനായയിൽ കാർപ്പൻട്രി ഷോപ്പ് നടത്തിയിരുന്ന തിരുവനന്തപുരം കുറ്റിച്ചൽ സുധാഭവനിലെ രാമചന്ദ്രൻ നാട്ടിൽ നിര്യാതനായി. 73 വയസ്സായിരുന്നു. ഞായറാഴ്ച രാവിലെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചയുടനെ മരിക്കുകയായിരുന്നു. ഷാർജയിൽ അൽ മജാസ് 2 പ്രദേശത്തെ അപ്പാർട്ട്മെന്റിൽ വ്യാഴാഴ്ച രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ 46-കാരിയായ ഇന്ത്യൻ സ്ത്രീ ദാരുണമായി മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. 11 നിലകളുള്ള റെസിഡൻഷ്യൽ കെട്ടിടത്തിന്റെ 8ാം നിലയിലുള്ള യൂണിറ്റിൽ രാത്രി 10:45-ഓടെയാണ് തീപിടുത്തമുണ്ടായത്. അടിയന്തര കോൾ ലഭിച്ചതിനെ തുടർന്ന് സിവിൽ ഡിഫൻസ് ടീമുകളും പോലീസും നാഷണൽ ആംബുലൻസും വേഗത്തിൽ പ്രതികരിച്ചു. സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് മാറ്റി. ഒമാനിൽ വേനൽ ചൂടിൽ കൃഷിയിടങ്ങളിൽ തീപിടുത്തം വർദ്ധിക്കുന്നതായും ജാഗ്രത പാലിക്കണമെന്നും സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് 1014 തീപിടുത്തങ്ങളാണെന്നും CDA പറയുന്നു. കൃഷിയിടങ്ങളിലെ തീപിടുത്തം 2023 971 കേസുകളായിരുന്നുവെങ്കിൽ 2024 1014 തീപിടുത്ത കേസുകളായി മാറി. ഉയർന്ന താപനില, രാസവളങ്ങളുടെ അനുചിത സംഭരണം, അടിസ്ഥാന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തത് എന്നിവയാണ് തീപിടുത്തത്തിന് കാരണമാകുന്നതെന്ന് CDAA പറയുന്നു. UAE നിവാസിയായ ഷാസിയ ഭട്ടി UAE ലോട്ടറിയിൽ ആദ്യ ശ്രമത്തിൽ വെറും 2 ടിക്കറ്റുകൾ വാങ്ങിയപ്പോൾ 1 ലക്ഷം ദിർഹം നേടി. 2023 സെപ്റ്റംബറിൽ മകളോടൊപ്പം UAEയിലേക്ക് താമസം മാറിയ ഷാസിയ മുമ്പൊരിക്കലും ലോട്ടറിയിലോ റാഫിളിലോ ശ്രമിച്ചിട്ടില്ല. എന്നാൽ UAE ലോട്ടറിയാണ് രാജ്യത്തെ ആദ്യത്തെ നിയന്ത്രിത നറുക്കെടുപ്പെന്ന് അറിഞ്ഞതിനു ശേഷവും മുൻ വിജയികളെക്കുറിച്ച് വായിച്ചതിനു ശേഷവും അവർ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഇത് ഭാഗ്യം നേടിക്കൊടുത്തു. ജൂണിലാണ് ദുബായിലെ സ്കൈ ഡൈവിന്റെ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ജമൈക്ക സൂപ്പർ കപ്പ് നടന്നത്. തിലങ്കേരിക്കാരനായ ജംഷീർ കൂട്ടുകാരനായ മലപ്പുറം ചേളാരി സ്വദേശി റമീസിനൊപ്പം സ്കൈ ഡൈവിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി. തിരക്കേറിയ സമയത്ത് ഉയർന്ന ടോൾ നിരക്ക് ഷെയ്ഖ് സായിദ് റോഡിലെ വാഹന തിരക്കിൽ കുറവുണ്ടാക്കിയതായി RTA. വാഹനങ്ങളുടെ എണ്ണത്തിൽ 9% കുറവാണുണ്ടായത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് രാവിലെയും വൈകുന്നേരവും 6 ദിർഹം ടോൾ ഈടാക്കാൻ തീരുമാനിച്ചത്. വാഹനപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരം എന്ന നിലയിലാണ് ഉയർന്ന ടോൾ നിരക്ക് ഏർപ്പെടുത്തിയത്. ഇതിലൂടെ 30% വരെ വാഹനത്തിരക്ക് കുറയ്ക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ വർഷം ദുബായിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 25 ലക്ഷം പിന്നിട്ടു. രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ പകുതിയും ദുബായിലാണ്. വാഹനപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പീക്ക് അവർ സാലിക്, പാർക്കിംഗ് തുടങ്ങിയ നടപടികളിലേക്ക് ദുബായ് കടന്നത്. ദുബായിലെ കരാർ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ നിയമം. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് നിയമം പുറപ്പെടുവിച്ചത്. നിർമ്മാണ മേഖലയിലെ നിലവാരവും പ്രവർത്തനങ്ങളും ഏകീകരിക്കാനും കരാറുകാരുടെ വൈദഗ്ധ്യം, യോഗ്യതകൾ, കഴിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവരെ തരംതിരിക്കാനും ഈ നിയമം ലക്ഷ്യമിടുന്നു. അടുത്ത വർഷം ജനുവരി മുതൽ വിദേശികൾക്കും സൗദിയിൽ ഭൂമി സ്വന്തമാക്കാം. റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ചയ്ക്കും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് രാജ്യത്തിന്റെ നയത്തിൽ നിർണായക മാറ്റം വരുത്താൻ സൗദി ക്യാബിനറ്റ് തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.